എന്ന് നിങ്ങളോട് ഉറപ്പു നൽകുന്നതോടൊപ്പം തന്നെ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യക്ഷവും പരോക്ഷവുമായ എല്ലാ സമര പരിപാടികളും ഒരു സംഘടന എന്ന നിലയിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് ജീവനക്കാരോടുള്ള പ്രതിബദ്ധതയുടെ സ്വാഭാവികമായ ഭാഗമാണെന്ന് തിരിച്ചറിയാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല. അത് നമ്മുടെ ഫയൽ നീക്കങ്ങളുടെ വേഗതയെക്കുറിച്ചാണ്. ഇവിടെ വന്നിരുന്നാലും അത് തന്നെ കേൾക്കേണ്ടി വരുമോ എന്ന് നിങ്ങൾ തോന്നരുത്. ഇന്ന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്ന ഫയലുകളുടെ ഒരു ലിസ്റ്റ് എടുത്ത് വാങ്ങിയത് ചോക്കാൻ പറ്റാത്ത പരുവത്തിൽ വന്നു നിൽക്കുന്നത് കൊണ്ട്, റവന്യൂ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞാണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് പറയുകയാണ്. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക മാത്രമല്ല, ആ ജീവിതങ്ങളുടെ തന്മാത്രാ തലത്തിലുള്ള സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ ഒരുപക്ഷെ ഒരു ചെറിയ ഒപ്പുകൊണ്ടോ ഒരു ചെറിയ നോട്ടം കൊണ്ടോ നിയമത്തെ നമുക്ക് അനുകൂലമായി വായിക്കുന്നത് കൊണ്ടോ എത്ര പട്ടയ ഫയലുകളാണ് നേരത്തെ നമ്മുടെയൊക്കെ ഘട്ടങ്ങളിൽ കുരുങ്ങി കടന്നിരുന്നത് എന്ന് ഞാൻ ഓർക്കുകയാണ്. പക്ഷേ അപ്പൊ കഴിഞ്ഞ 30 വർഷമായിട്ട് കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾക്ക് പട്ടയമേ നമ്മൾ കൊടുക്കുന്നില്ല. CRZ അല്ല, CRZ മറ്റൊരു വിഷയം. കടൽ തീരത്ത് കൊടുക്കാൻ പറ്റാത്തതിന്റെ കാര്യം ഞങ്ങളുടെ റവന്യൂവും നമ്മുടെ സെക്രട്ടേറിയറ്റും ഒറ്റ ശബ്ദത്തിൽ പറയുന്ന കാര്യം സാറിന് നിയമം അറിയാത്തത് കൊണ്ടാണ്. 64 ചട്ടത്തിലെ 11(2)(5) പ്രകാരം കടൽ പുറമ്പോക്കിന് കൊടുക്കാനേ പാടില്ല എന്ന് നമ്മൾ ചട്ടത്തിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊടുക്കരുത്. ഒരുപാട് കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ. ഞങ്ങൾ ആ ചട്ടൊന്നുകൂടി എടുത്ത് നോക്കി മാഷേ. ഇപ്പൊ 11(2)(5) പറഞ്ഞിരിക്കുകയാണ്, കടലിന്റെ ഉയർന്ന തിരമാലയുള്ള സ്ഥലത്തിൽ നിന്ന് 3.017 മീറ്ററിനകത്തുള്ള എല്ലാം കടൽ പുറമ്പോക്കാണ് എന്നുള്ളത് കൊണ്ട് കൊടുക്കരുത്. നമ്മൾ വായിക്കുക അതാണ്. അല്ല ദിലീപേട്ട, നമ്മൾ വായിക്കുക അതാണ്. കടൽ പുറമ്പോക്കിൽ വായിസാറിയിരിക്കുന്നു. കടൽ പുറമ്പോക്കിൽ 3.017 ബ്രാക്കറ്റിലാണ്. ബ്രാക്കറ്റ് നമ്മൾ കാണില്ല. കടലിന്റെ തീരത്ത് കിടക്കുന്ന കടൽ പുറമ്പോക്കിൽ പാടില്ല എന്ന് ചട്ടം പറഞ്ഞിട്ടുണ്ട്. ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ളത് 3.017 മീറ്ററിനകത്ത് പാടില്ല എന്നാണ്. അതിൽ ചട്ടം പറയാതെ പറയുന്ന ഒരു കാര്യം 3.017 മീറ്ററിന് പുറത്താണെങ്കിൽ കൊടുക്കാം എന്നാണ് പച്ചയ്ക്ക്. അങ്ങനെ വായിക്കാം. നമുക്ക് വായിക്കാൻ ഇത്തിരി പ്രയാസപ്പെടും. പക്ഷേ ഒരു തവണ ഞങ്ങൾ അങ്ങനെ വായിച്ചപ്പോ ഈ കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമായി 1182 മത്സ്യത്തൊഴിലാളികൾ ഭൂമിയുടെ അവകാശികളായി എന്ന യാഥാർത്ഥ്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഈ അവസ്ഥ ഉപയോഗിക്കുകയാണ്. അപ്പൊ നിയമം തന്നെയാണ്. പക്ഷെ നിയമത്തെ 2 നിലയ്ക്ക് വായിക്കാം. ഒന്ന് നമുക്കനുകൂലമായി വായിക്കാം, ഒന്ന് നാട്ടുകാർക്ക് അനുകൂലമായി വായിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ നിയമങ്ങളും ചട്ടങ്ങളും ചെകുത്താനെ ഓടിക്കാൻ കാണിക്കുന്ന കുരിശായി സാധാരണക്കാർക്ക് തോന്നരുത്. ഇത് മനുഷ്യനിർമ്മിതമാണ്. എത്രയോ നിയമങ്ങൾ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ വരുമ്പോൾ അവനെ പേടിപ്പിക്കാനുള്ള കുരിശല്ല നിയമങ്ങളും ചട്ടങ്ങളും. നിയമങ്ങളും ചട്ടങ്ങളും മനുഷ്യനിർമ്മിതമാണ്. അവൻ അനുകൂലമായി വായിക്കുക എന്നുള്ളതാണ് നമ്മളെ ചുമതലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുളം പുറമ്പോക്ക് പതിച്ചു കൊടുക്കാനേ പാടില്ല. അത് കുളത്തിന്റെ പുറമ്പോക്കല്ലേ, കുളത്തിന്റെ പുറമ്പോക്കല്ല, കുളമേ ഇല്ല. അപ്പോ ഇല്ലാത്ത കുളത്തെ നമ്മളങ്ങ് കുളമാക്കുകയാണ്. ഇല്ലാത്ത കുളം എന്തിനാ പിന്നെ പുറമ്പോക്കായി കിടക്കുക? കുളയില്ല. പക്ഷെ 30 കൊല്ലമായിട്ട് കുളമില്ല. ഇപ്പൊ ഞാനിന്ന് നോക്കുമ്പോ വയനാട്ടിലെ മുപ്പൈനാട് BTR കടൽ തീരം പരശുരാമൻ മഴുവെറിയുന്നതിന് മുമ്പ് എഴുതിയ ആരുമാണ് ഇത് കടൽ തീരമായിട്ട് എഴുതിയിട്ടുള്ളത്. പരശുരാമൻ മഴുവെറിഞ്ഞതിന് ശേഷം അവിടെ കടൽ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. മുപ്പൈനാട് എന്ന് പറഞ്ഞാൽ ആനിറങ്ങിയിട്ട് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആളുകൾ ഓടി തിരിച്ചു പോരുന്ന സ്ഥലത്ത് അവർക്ക് കടൽ കാണണമെങ്കിൽ ടൂറിന് പോകണം 150 കിലോമീറ്റർ അപ്പുറത്ത്. നമ്മുടെ രേഖയിൽ അങ്ങനെയാണ്. അതിന് ഇനം മാറ്റാം. സെക്രട്ടേറിയറ്റിൽ വന്നാൽ മതി, ഇനം മാറ്റാം. ഇനം മാറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു വസ്തുതയേ ഇല്ല എന്ന് പറഞ്ഞ് താഴത്തുള്ളവർ അറ്റസ്റ്റ് ചെയ്ത് സെക്രട്ടേറിയറ്റ് വന്നാൽ ഇവിടെ ഇനം മാറ്റാം. ഇനം മാറ്റി കൊടുക്കുക ഒരു തടസ്സമില്ല അഭിലാഷേ. ഇനം മാറ്റാം. ഇവിടെ തീരുമാനിച്ചാൽ മതി. അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനം മാറ്റാൻ ഉള്ള നമ്മുടെ ഫയലുകൾ മൊത്തം തൂക്കി നോക്കിയാൽ ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ കിലോ ഉണ്ടാകും. ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഭാരത്തേക്കാൾ കൂടുതൽ കിലോ ഐറ്റം ഇനം മാറ്റാനായിട്ട് ഇപ്പൊ നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നു. ഇനം മാറ്റിയാൽ മതി. അപ്പൊ കുളം മാറും, അപ്പൊ കടൽ തീരം മാറും,
അപ്പോ പുഴ മാറും, ഇനം മാറണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളിപ്പോ ഇനം മാറിയാൽ ഈ വകുപ്പ് ഇങ്ങോട്ട് പോകുമോ, ആ വകുപ്പ് ഇങ്ങോട്ട് പോകുമോ, ഈ നിയമം ഇങ്ങോട്ട് പോകുമോ? നമ്മളൊരു അദാലത്ത് നടത്തിയാൽ അതിനേക്കാൾ രസകരമാണ്. അദാലത്ത് ഫയൽ അവസാനിപ്പിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ നിന്ന് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലേക്ക്, കളക്ടറേറ്റിലേക്ക്, താലൂക്കിലേക്ക്, വില്ലേജിലേക്ക്. അപ്പൊ ഇവിടുത്തെ ഫയൽ അവസാനിപ്പിക്കുക എങ്ങനെയാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങും. ഈ ഫയൽ അവസാനിപ്പിച്ചു ഇത് നോക്കാൻ വേണ്ടി താഴത്തേക്ക് ഇറങ്ങും. താഴത്തേക്ക് ഇറങ്ങിയാൽ ആ ഫയൽ നേരെ, ഇന്നേ വരെ നമുക്കുള്ളൊരു ധൈര്യം ഒരു സർക്കസ് കൂടാരത്തിലെയും ജയിന്റ് വീലിൽ നിന്ന് ആരും പുറത്തേക്ക് തെറിച്ചു പോണിട്ടില്ല. അതുപോലെ ഈ ജയിന്റ് വീലിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതിങ്ങനെ ഫയലിങ്ങനെ മാറും, പക്ഷെ എണ്ണത്തിൽ ടോട്ടൽ മാറലുണ്ടാവില്ല. ഇത് എവിടെ നിന്നെങ്കിലും ഒരുത്തൻ തെറിച്ച് പോകണ്ടേ? അതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിലുള്ള മറ്റെല്ലാ പ്രശ്നത്തിലും ഞാൻ നിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. ഞാൻ ഉന്നയിച്ച വിഷയത്തോട് നിങ്ങൾ കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം എന്ന് ഞാൻ സവിനയം നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. ആ വിധത്തിൽ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ നമ്മുടെ കാര്യവും നാട്ടുകാരുടെ കാര്യവും ഒരുപോലെ നടക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞവരൊക്കെ ബിനോയ് ചേട്ടനെ കാണാൻ പോയത് കൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തിൽ ഈ കാര്യം നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ശ്രദ്ധയുണ്ടാകണം എന്ന് സവിനയം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, എപ്പോഴും സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ആവശ്യപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും, നമ്മുടെ നാട്ടിലെ ഒരു കഥയിലാരോ പറഞ്ഞതുപോലെ 1000 കഴുതകളെക്കാൾ എപ്പോഴും നല്ലത് 10 കുതിരകളാണ്. ആ കുതിരശക്തിയുമായി സെക്രട്ടേറിയറ്റ് സ്റ്റാഫ് അസോസിയേഷന് മുന്നോട്ട് പോകാനാകട്ടെ എന്ന് നിങ്ങളോട് ആശംസിച്ചുകൊണ്ട് എല്ലാ അഭിവാദനങ്ങളും നേരുന്നു. ലാൽസല.